ജന്മം കൊണ്ട് അവൾ എൻ്റെ മോളല്ലെങ്കിലും കഴിഞ്ഞ 14 വർഷമായിട്ട് എൻ്റെ മനസ്സുകൊണ്ട് അവൾ എൻ്റെ മോള് തന്നെയാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച കൽപ്പനെ, നിനക്കറിയാലോ നരേന്ദ്രൻ തമ്പി ഏതറ്റം വരെയും പോവുന്നു. നരേന്ദ്ര, നീ ഒരറ്റത്തേക്കും പോകില്ല. നിനക്കതിനൊന്നും അവസരം കിട്ടില്ല. എന്തെങ്കിലും അതിസാമർഥ്യം കാണിച്ച് ശീതളിനെ മോചിപ്പിക്കാമെന്ന് വല്ല വിശ്വാസവും നിനക്കുണ്ടെങ്കിൽ അത് നടക്കില്ല നരേന്ദ്ര. തൽക്കാലം ഞാൻ ഫോൺ വെക്കുന്നു. അടുത്ത വിളി വരുന്നത് വരെ നീ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരുന്നോ. ഓക്കെ, ബൈ. സാബ്, നിനക്ക് നരേന്ദ്രൻ തമ്പിയെ കാണാൻ റെഡി? ധൃതി വെക്കാതെ. അയാളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേരാനുള്ള സമയം വേണ്ടേ? അയാൾ വരും. കൽപ്പന വിളിക്കുന്നിടത്ത് വരാതിരിക്കാൻ നരേന്ദ്രൻ തമ്പിക്ക് പറ്റില്ല. കാരണം നീ ഇപ്പൊ എന്റെ കൂടെയല്ലേ. നരേന്ദ്രൻ തമ്പി ലോകത്ത് ആരെയെങ്കിലും മനസ്സറിഞ്ഞ് സ്നേഹിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേയില്ല. പക്ഷേ നിന്നോടവന് വലിയ സ്നേഹം. വേണ്ടി വന്നാൽ ചങ്ക് പറിച്ചു കൊടുക്കാൻ പാകത്തിൽ അത്രയും വലിയ ഇഷ്ടമാ. അതുകൊണ്ട് നിന്നെ ഏത് ചൂണ്ടയിൽ കൊരുത്തിട്ടാലും അയാൾ വന്ന് കൊത്തും. സൂക്ഷ്മബുദ്ധിയും സംശയവും മുൻകരുതലും ഒക്കെ നിന്റെ കാര്യം വരുമ്പോ നരേന്ദ്രൻ മറക്കും. കുരുടൻ നായയെപ്പോലെ മണം പിടിച്ച് അയാൾ ഇവിടെ എത്തും. അത് കഴിഞ്ഞ കൽപ്പനയുടെ കളി. എന്റെ തനി നിറം അയാൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. നീ ചെലന്തിയെ കണ്ടിട്ടുണ്ടോ? വലയും വിരിച്ച് ഇരയെ കാത്ത് പതുങ്ങിയിരിക്കുന്ന ചെലന്തി. അതാ കൽപ്പന. ബാംഗ്ലൂരിലേക്ക് പോകാൻ സാധ്യതയില്ല സാബ്. കർണാടകയിലെ ഏതെങ്കിലും റിമോട്ട് ഏരിയയെ കൽപ്പന തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളൂ. സാബ് ഒരു കാരണവശാലും ടെൻഷൻ എടുക്കണ്ട. ഇതെന്റെ ജോലിയാ. അമ്മുവിനെ ഈ അവസ്ഥയിലാക്കിയിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ശിവ. അല്ലെങ്കിൽ നിന്നെ തനിച്ചുവിടാൻ എനിക്ക് തീരെ മനസ്സില്ല. നമ്മൾ രണ്ടുപേരും കൂടി അങ്ങനെ ഇറങ്ങി തിരിക്കുന്നതിൽ അർത്ഥമില്ല സാബ്. ശിവ, നമ്മൾ രണ്ടുപേരും കൂടി പോകുന്നതായിരുന്നു അതിൻ്റെ ഒരു ബലം. നമ്മൾ രണ്ടുപേരും ചേർന്ന് അങ്ങനെ എന്തെല്ലാം ദൗത്യങ്ങൾ വിജയിപ്പിച്ചിരിക്കുന്നു ശിവ. സാബിനെ സമ്മർദ്ദത്തിലാക്കി വലയെ കുരുക്കാൻ അവളുടെ പ്ലാൻ. ആ കെണിയിലേക്ക് സാബ് ഒരിക്കലും ചെന്നപ്പെടരുത്. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം.
വിഷമിക്കേണ്ട മാം സാബ്. മോളെ കൊണ്ടേ ഞാൻ തിരിച്ചു വരൂ. ഇല്ലെങ്കിൽ അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ ഒരു കൂട്ടക്കൊലയുടെ വാർത്ത കാണും. ചത്തുകിടക്കുന്നവരുടെ കൂട്ടത്തെ ചിലപ്പോ ഈ ശിവജിയും കണ്ടെന്നു വരും. അതിൽ കൽപ്പനയും കൂടെ കാണും, തീർച്ച. അമിതാവേശമല്ല ശിവജി നമുക്ക് പോവേണ്ടത്. ഒരു പോറൽ പോലും മേൽക്കാതെ നമുക്ക് ശീതളിനെ തിരിച്ചു കിട്ടണം. ഓക്കെ സാർ. പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. പോലീസ് എത്തുന്നതിന് മുമ്പ് എനിക്കവിടെ എത്തണം. പോലീസിനും കോടതിക്കും ജയിലിലെ സുഖവാസങ്ങൾക്കുമൊന്നും ഇനി ഞാൻ കൽപ്പന വിട്ടുകൊടുക്കില്ല. അവൾക്ക് കൊടുക്കേണ്ടത് ഞാൻ തന്നെ കൊടുക്കും. എവിടെയായിരുന്നാലും നീ എന്നെ വിളിക്കണം, മറക്കരുത്. വിളിക്കാം സാർ. എനിക്കറിയാം ഇവിടുത്തെ ടെൻഷൻ. ഇറങ്ങട്ടെ സാർ. ശരി, പോയി വാ. മാം സാബ്, വേണ്ട സാബ്. ഇപ്പൊ സാബിന് ഏറ്റവും ആവശ്യമുള്ളത് മേം സാബിനാ. എപ്പോഴും കൂടെ തന്നെ നിൽക്കണം. ഞാൻ പോയി വരാം. കഴിഞ്ഞില്ലേടി ഇതുവരെ? തീർന്നില്ല. എന്താ അത്ര തിടുക്കം? ഹരിക്കുട്ടിന് എവിടെയാ പോവാനുള്ളതാ? എവിടെയോ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അതെങ്ങോട്ടാണെന്നും എന്തിനാണെന്നും നോക്കിയൊന്ന് അന്വേഷിച്ചറിയണ്ടേ അമ്മേ? അവൻ ഏതോ ഫ്രണ്ടിനെ കാണാനാ. ആരാണെന്നൊന്നും ഞാൻ കൃത്യമായിട്ട് അന്വേഷിച്ചില്ല. ആവശ്യത്തിനുള്ള പൈസയൊക്കെ കൊടുത്തു വിടണേ അമ്മേ. കോവളത്തോ ഊട്ടിയിലൊക്കെ പോയി വരാൻ ഇപ്പൊ എന്താ ചെലവെന്നറിയോ? പിന്നെ കൈ നിറച്ച് ടിപ്സ് കൊടുക്കാതെ ഈ ഫ്രണ്ട്സ് ഒക്കെ സമ്മതിക്കോ? എന്താടി കുത്തുമോനെയും വെച്ചൊരു വർത്താനം? ഹേയ്, മോന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നോണ്ട് പറഞ്ഞതാ. ഈ ഫ്രണ്ട്സിന്റെ എണ്ണവും പേരും മാത്രം നിശ്ചയില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ സാമ്പത്തികമായിട്ട് നമ്മൾ ഇത്തിരി ടൈറ്റ് ആണെന്നും കൂടി പറയണേ. ഓരോ രാത്രിക്കും 10,000 വാങ്ങുന്ന ഫ്രണ്ട്സിനെ തൽക്കാലം ഒന്ന് ഒഴിവാക്കാൻ പറ. ഇനി പണയം വെക്കാനൊന്നും ഇല്ലല്ലോ. ആ കൂട്ടത്തിൽ ഒരുത്തിയായിരുന്നല്ലോ നീയും. അങ്ങനെയല്ലേ നീ ഈ വീട്ടിൽ കയറി പറ്റിയത്? ഓരോ രാത്രിക്കും കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്ന ഇപ്പോഴത്തെ ഫ്രണ്ട്സിന്റെ കൂട്ടൊന്നും അല്ലായിരുന്നു ഞാൻ. എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു. എന്നെ ചതിക്കാനാ ഉദ്ദേശിച്ചെന്ന് കണ്ടപ്പോ ഞാനൊരു പണി കൊടുത്തു, അത്രേ ഉള്ളൂ. കെണിപ്പെടുത്തി സ്വന്തമാക്കിയിട്ടും അവനെ പിടിച്ചു നിർത്താനുള്ള സാമർഥ്യം നിനക്ക് ഇല്ലാതെ പോയല്ലോടി. അവനവന്റെ ആണുങ്ങൾ ചാടിപ്പോവാതിരിക്കണെങ്കിലേ പെണ്ണുങ്ങൾക്കും കുറച്ച് വിരുദ്ധമൊക്കെ വേണം. നിനക്ക് അതും ഇല്ലല്ലോ. വിത്തു ഗുണം 10 ഗുണം എന്നല്ലേ? അമ്മയുടെയാണല്ലോ മോൻ. അല്ല, നീ എന്തുദ്ദേശിച്ചാടി ആ പറഞ്ഞത്? അമ്മയുടെ അച്ഛന്റെ അല്ലാതെ അയൽക്കാരന്റെ സ്വഭാവം മക്കൾക്ക് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതാ. നിങ്ങൾ തമ്മിലുള്ള യുദ്ധത്തില് തൽക്കാലം ഒരു വെടിനിർത്തലാവാ അമ്മ. കുറെ കൂടി നല്ലൊരു യുദ്ധം മുന്നണി അമ്മയ്ക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ ബെഡില് മരുമോൻ കയറി കിടക്കുന്നു. മുറി കൈയടക്കാനുള്ള ശ്രമമാണെന്നാ തോന്നുന്നത്. എന്റെ മുറിയോ? ആ, നല്ലൊരു ബെഡ്റൂം കിട്ടിയ മഹിമ ചേച്ചിക്കും കെട്ടിയവനെന്താ കൊള്ളില്ലേ? അവൻ അത്രയ്ക്കായോ? ചേച്ചിക്ക് വല്ലപ്പോഴൊക്കെ അല്പം വിശ്രമം കിട്ടണ്ടേ? അമ്മ ഇന്നത്തെ യുദ്ധം ജെയിംസ് ഏട്ടനായിട്ട് നടത്തിക്കോളും. ടാക്സി ഓട്ടത്തിനിടയിലേ വായിക്കാൻ സമയം കിട്ടത്തില്ല. വല്ലപ്പോഴും എന്തെങ്കിലും വായിച്ചില്ലേ അക്ഷരം മറന്നു പോകത്തില്ലേ? ശരിയാ, കിടന്നുകൊണ്ട് വായിക്കരുതെന്നാ പറയുന്നത്. നമ്മൾ പക്ഷെ ടാക്സിൽ ഒരേ ഇരിപ്പല്ലേ, അതുകൊണ്ട് ബെഡ് കാണുമ്പോൾ അറിയാതെ ചാഞ്ഞു പോകും. ഏതായാലും ഇവിടെ കിടക്കാൻ നല്ല സുഖ. ഒരു AC കൂടി വേണ്ടായിരുന്നു. നിന്നോട്
ആര് പറയടാ ഇവിടെ കയറി കിടക്കാൻ? ഓ ഞങ്ങളെ ടാക്സിക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ലാന്നേ. ഡള്ളപ്പ് മെത്തേലും കിടക്കും, കടത്തിനേലും കിടക്കും. എനിക്ക് ഈ റൂം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്ന് മുതൽ ഞാനും മഹി ഇവിടെയാ കിടപ്പ്. നിനക്ക് ഞാൻ ഊഞ്ഞാല് കട്ടിൽ കൂടി കെട്ടിത്തരാടാ. മര്യാദക്ക് ഈ മുറിയിൽ നിന്ന് ഇറങ്ങില്ലെങ്കിലേ നാളെ മുതൽ നിന്റെ കിടപ്പ് പോലീസ് സ്റ്റേഷനിലായിരിക്കും. ഓ ഞങ്ങളെ ടാക്സിക്കാർക്കേ അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. നാണം കെട്ടവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലടാ. നീ ആണാണെങ്കിൽ നിന്റെ ഭാര്യ വിളിച്ചോണ്ട് ഇറങ്ങി പോടാ. ഞാൻ പോയേക്കാം. എനിക്ക് തരാനുള്ള സ്ത്രീധനം തന്നോട്ടേക്ക്. നിനക്ക് എന്ത് വേണോന്നാ പറഞ്ഞേ? ഓ സ്ത്രീധനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ലല്ലോ, അത് കുറ്റകരമല്ലയോ? ശരി, മഹിമയുടെ ഷെയർ അങ്ങനെ പറയാലോ. ഷെയർ ചോദിക്കാൻ നിനക്ക് എന്താണ് അവകാശം? പാലപ്പടിക്കൽ വിജേഷന്റെ മകൾ മഹിമയെ കല്യാണം കഴിച്ചു എന്നുള്ള അവകാശം. അതൊരു ചെറിയ കാര്യമാണോ മഹിമയുടെ അമ്മേ? നിങ്ങളുടെ മകനെ എന്താ ഈ വീട്ടിലുള്ള അവകാശം? അവൻ പാലപ്പടിക്കലാണോ? അല്ല. ഏത് നിയമം നോക്കിയാലും അവൻ ഇവിടുന്ന് ചില്ലി കാശ് കിട്ടാനുള്ള അർഹതയില്ല. എന്നിട്ടും വല്ലവന്റെ ചോരയിൽ ജനിച്ച ഹരീഷ് പാലപ്പടിക്കൽ വന്ന് കെട്ടിവെള്ളം കൂട്ടി ഉണ്ടും ഉറങ്ങിയും താമസിക്കുന്നില്ലേ? അതെന്ത് അവകാശത്തിന്റെ പേരില്ല? പാലപ്പടിക്കൽ വിജേഷിന്റെ സ്വത്ത് വിജേഷിന്റെ മക്കൾക്കുള്ളതാ. ഏത് കോടതി അങ്ങനെ വിധിക്കൂ? അല്ലെങ്കിൽ ഇതാ ജെയിംസ് ഊട്ടിയുടെ കോടതി അങ്ങനെ വിധിച്ചിരിക്കുന്നു. അച്ഛന്റെ സ്വത്ത് ഭാഗം വെക്കേണ്ടതൊന്നും അമ്മയുടെ തന്നിഷ്ടത്തിനല്ല. അതിനൊക്കെ ഈ നാട്ടിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. മൊത്തം സ്വത്തിന്റെ 1/6 എനിക്ക് അവകാശപ്പെട്ടതാ. അത് വീതിച്ചു തരാനുള്ള ചുമതല മാത്രമല്ല അമ്മയ്ക്കുള്ളത്. ഉള്ള സ്വത്ത് ആരെങ്കിലും ദൂർത്തടിച്ച് നശിപ്പിക്കാതെ നോക്കുകയും വേണം. അമ്മ അത് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യും. മഹിമയുടെ ഭർത്താവ് എന്ന നിലയിൽ ചിലതൊക്കെ ഞാനും ചെയ്യും. ഭാര്യ സഹിക്കേണ്ടത് ഭർത്താവിന്റെ കടമയല്ലേ? അമ്മ മുൻകൈയെടുത്ത് ന്യായമായ ഒരു ഭാഗം വെപ്പൊക്കെ നടത്തിയാ നമുക്ക് കേസും വഴക്കൊന്നും ഇല്ലാതെ കഴിക്കാം. ഇല്ലെങ്കിൽ നീ എനിക്കെതിരെ കേസിന് പോവല്ലേടി? വേണ്ടി വന്നാ ചെയ്യാതിരിക്കാൻ പറ്റുമോ അമ്മേ? പറക്ക മുറ്റാറായപ്പോ ഓരോരുത്തരായി എനിക്കെതിരെ തിരിഞ്ഞു തുടങ്ങിയല്ലേടി? ശരി, എവിടം വരെ പോകുന്നു ഞാനൊന്ന് കാണട്ടെ. കൽപ്പന കർണാടകയിലേക്ക് കടന്നെന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം. അവിടുത്തെ പോലീസുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. അവരുടെ മുംബൈ കണക്ഷൻസ് വെച്ച് മുംബൈ പോലീസിന്റെ സഹകരണവും തേടിയിട്ടുണ്ട്. ടിവിയിലും പത്രങ്ങളിലുമൊക്കെ ഫോട്ടോയും കൊടുത്തു നോക്കി. അതിനൊന്നും യാതൊരു പ്രതികരണവും കിട്ടിയിട്ടുമില്ല. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം. എവിടെന്നെങ്കിലും നമുക്കൊരു തുമ്പ് കിട്ടാതിരിക്കില്ല. നിങ്ങൾ ടോപ്പ് ലെവലിൽ ചെലുത്തിയ സാധനത്തിൻ്റെ എല്ലാം പ്രഷർ അനുഭവിക്കുന്നതേ ഞങ്ങൾ താഴെ തട്ടുള്ളവരാ. SP എല്ലാ ദിവസവും വിളിച്ച് പ്രോഗ്രസ് അന്വേഷിക്കും. പിന്നെ MLA MP എന്ന് വേണ്ട. ശരിയപ്പം ഇറങ്ങട്ടെ. ശരി, ഓക്കെ. പോലീസ് എന്ത് പറയുന്നു? അവരുടെ പതിവ് പലവ് തന്നെ ഊർജിതമായിട്ട് അന്വേഷിക്കേണ്ടത്രേ. ആ ശിവജി ഒന്ന് വന്നിരുന്നെങ്കിൽ രക്ഷപ്പെട്ടാനെ. പോലീസിനുള്ളതിനേക്കാൾ ഷാർപ്പായ അന്വേഷണ മാർഗങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഏത് പാതാളത്തിൽ പോയി ഒളിക്കുന്ന ശത്രുവിനെയും കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയും. ഞാനും ശിവജിയും ചേർന്ന് മറന്നു വെച്ച പാഠങ്ങളൊക്കെ ഒന്ന് പൊടി തൊട്ടിയെടുക്കണമെന്നേ ഉള്ളൂ. ഉപേക്ഷിച്ച ജീവിതത്തിലേക്ക് തന്നെയാണോ പിന്നെയും പോകുന്നത്? മനസ്സായിട്ടല്ല അമ്മോ. നിന്നെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്കൊരിക്കലും പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മോളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മടങ്ങാതിരിക്കാൻ ഒക്കില്ല. ശിവജി വന്നിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായനെ. അവനെയാണെങ്കിൽ ഫോണിൽ കിട്ടുന്നില്ല, ഒരു തരത്തിലും ബന്ധപ്പെടാനും പറ്റുന്നില്ല. ഇനി ഞാൻ തന്നെ ഇതിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കണം. എനിക്കെന്റെ മോളെ കൈവിടാൻ പറ്റില്ല.
ഞാൻ അവൾക്ക് നൽകിയിരിക്കുന്ന വില എത്രയാണെന്നോ? എൻ്റെ പ്രാണനേക്കാൾ കൂടുതലാ. എൻ്റെ മോളെ എനിക്ക് കണ്ടെത്തണം, രക്ഷിക്കണം. അതിനുവേണ്ടി എൻ്റെ ജീവൻ ബലി കൊടുക്കണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. ഞാൻ ചായ എടുക്കാം. ശരി. അങ്കിളെ, എന്താ? ഞാനൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നാ. മുഖപൂരിയൊന്നും വേണ്ട, പറഞ്ഞോ. ശീതളിന്റെ കാര്യത്തില് അങ്കിള് സ്വന്തം ബുദ്ധിക്ക് മാത്രം അന്വേഷിച്ചാൽ മതിയോ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവര് തീരെ ബുദ്ധികെട്ടവരാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതല്ല അങ്കിളെ, അവരുടെ അന്വേഷണമൊക്കെ ഒരുമാതിരി ഇഴഞ്ഞ മട്ടിലല്ലേ. അവർക്കിപ്പോൾ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വല്ലതും ഒരു പ്രശ്നമാണ്. വലിയ വലിയ കൊലപാതക കേസുകളുടെ പുറകെ പോകുന്നവർക്ക് ഇതിനൊക്കെ എവിടെയാ സമയം? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഡിറ്റക്റ്റീവിനെ ഏൽപ്പിക്കണോ? ഞങ്ങളും കൂടി അന്വേഷിക്കാൻ ഇറങ്ങാം അങ്കിളെ. നിങ്ങളെന്ന് വെച്ചാ? ഞാനും ദേവനും. എന്നാൽ പിന്നെ ചേച്ചിയും വിജിതയും കൂടി കൂട്ടിക്കോ. എന്തിനാ കുറയ്ക്കുന്നേ? കളിയാക്കണ്ട അങ്കിളെ. ഞങ്ങൾ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. എവിടെ വേണമെങ്കിലും തിരക്കി ഇറങ്ങി പോകാൻ എനിക്കും ദേവനും ഒരു മടിയുമില്ല. അങ്കിളുടെ മോളുടെ കാര്യമല്ലേ. അവളെ തട്ടിക്കൊണ്ടുപോയവൾ ആരാണെന്ന് നിന്റെ വിചാരം? അവൾ തെലുങ്ക് നാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പിള്ളേരെ പിടിക്കാമെന്ന നാടോടി സ്ത്രീയൊന്നുമല്ല. മുംബൈ അധോലോകത്ത് പയറ്റി തെളിഞ്ഞവളാ. അങ്കിളുടെ പോണ ഇതവളാന്ന് തോന്നുന്നു. ഹലോ നരേന്ദ്ര, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നെയും നിന്റെ വളർത്തുമോളെയൊക്കെ തിരക്കി നാടൊട്ടുക്കും അന്യദേശത്തും ഒക്കെ പരക്കം പാച്ചിലും നടത്തുന്ന പോലീസുകാരൊക്കെ തിരിച്ചെത്തിയോ? ചുമ്മാ തൊണ്ട് തലാതെ നീ കാര്യത്തിലേക്ക് പോ കൽപ്പനെ. ചങ്കിലോട്ട് നേരെ കഠാര കുത്തി ഇറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. സ്വീറ്റായിട്ടും സന്തോഷമായിട്ടും 4 വാക്ക് പറഞ്ഞിട്ട് നിന്നെ ഞെട്ടിപ്പിച്ചാ മതിയെന്ന് കരുതി. നിന്റെ വാക്ക് കേട്ട് ഞെട്ടണമെങ്കിൽ തമ്പി അടുത്ത ജന്മം വീട്ടിലായിട്ട് ജനിക്കണം. നിന്റെ മോള് ചത്തുപോയിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ നീ ഞെട്ടില്ലേ നരേന്ദ്ര? ഞെട്ടും. പക്ഷേ അത് നിന്റെ അവസാനത്തെ കോളായിരിക്കും. നീ പേടിപ്പിച്ച പേടിക്കുന്നവളല്ല നരേന്ദ്ര ഞാനും. അതൊക്കെ പോട്ടെ, നീ എന്ത് തീരുമാനിച്ചു? നീയല്ലേ തീരുമാനം പറയാമെന്ന് പറഞ്ഞവൾ. നീ പറഞ്ഞിട്ട് വേണം എനിക്ക് തീരുമാനിക്കാൻ. ശിവജി എന്നെ തിരക്കി എവിടെയൊക്കെയോ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇനി വിളിക്കുമ്പോ അവനോട് പറ, കയ്യിലെ കാശും ആയുസിന്റെ നീളവും വെറുതെ ചെലവാക്കി കളയരുതെന്ന്. മുംബൈയിൽ അവന് എന്തുമാത്രം പണി കിടക്കുന്നു. നീ കാര്യം പറ കൽപ്പനെ. പൂച്ചയ്ക്ക് പാതി ചത്ത എലിയയിട്ട് തട്ടിക്കളിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ? ശരി, കാര്യത്തിലേക്ക് കിടക്കാം. നരേന്ദ്ര, ഞാൻ വിളിക്കുന്നിടത്ത് നീ വരണം. കാറിൽ തനിച്ച്. തനിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഈച്ച പോലും കാറിൽ ഉണ്ടാവരുത്. ഓക്കെ, ഞാൻ വരാം. എവിടെ വരണം? അതൊക്കെ മുൻകൂട്ടി പറഞ്ഞാൽ കൊള്ളാമോ? നീ യാത്ര പുറപ്പെടുമ്പോ മുതൽ ഞാൻ ഫോണിൽ കൂടി നിനക്ക് വഴി പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. യാത്രയിലുടനീളം ഞാനായിരിക്കും നിന്റെ GPS. എന്നോട് ചോദിച്ച് ചോദിച്ച് പോന്നാ മതി. അതല്ലേ നരേന്ദ്ര നല്ലത്? ഞാൻ വരാമെന്ന് സമ്മതിച്ചല്ലോ. നിന്റെയും ശീതളിന്റെയും പേരിലുള്ള സകല വസ്തുവകകളുടെയും പ്രമാണങ്ങളും രേഖകളും കാറിൽ ഉണ്ടായിരിക്കണം.
പോലീസിന് എന്നെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചാൽ നരേന്ദ്ര, നിന്റെയും ശീതളിന്റെയും ശവം മാത്രമേ അവർക്ക് കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയൂ. വേറെന്തെങ്കിലും പറയാനുണ്ടോ? വേറെന്താ? ഒന്നുമില്ല. നാളെ രാത്രി ഒന്നുകൂടി ഞാൻ വിളിക്കും. അപ്പോ ബാക്കി വിവരം പറയും. വയ്ക്കട്ടെ നരേന്ദ്ര. ആ പിന്നെ നിന്റെ കാലൊടിഞ്ഞ കളത്രത്തോട് കൽപ്പനയുടെ അന്വേഷണം പറഞ്ഞേക്ക്. ബൈ ബൈ. എന്താ കൽപ്പന പറഞ്ഞത്? അവൾ വിളിക്കുന്നിടത്തേക്ക് ഞാൻ ചെല്ലണോന്നാ? അത് വേണോ? അല്ലാതെ രക്ഷയില്ല. അങ്കിളെ, ഒറ്റയ്ക്ക് പോകരുത്. അവൾ എന്തെങ്കിലും ചതി ചെയ്യും. ഞങ്ങളും കൂടെ വരാം. നിനക്കെന്തറിയാമടാ അധോലോകത്തിന്റെ കളികളെക്കുറിച്ച്?